നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവർ 3 ആനകളുടെ അകമ്പടിയോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. NDA നാട്ടിയ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂരിൽ കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി നടക്കൽ പൂരം നടന്നു. സ്വർണ്ണക്കോലത്തിൽ 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിയ തേവർക്ക് പഞ്ചാരിമേളം അകമ്പടിയായി. തുടർന്ന് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തി. ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ടു. വ്യാഴാഴ്ച കാട്ടൂർ പൂരം കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറുപ്പിൻ്റെ പടിക്കൽ നിയമവിടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് ക്ഷേത്രത്തിൽ എഴുന്നള്ളി ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിനായി പുറപ്പെടും. വൈകിട്ട് നിയമവിടിക്ക് ശേഷം 6 മണിയോടെ കുറുക്കൻകുളത്തിൽ ആറാട്ടിനായി പുറപ്പെടും. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്രയാർ തേവരുടെ കിഴക്കേ നടയിലേക്കുള്ള എഴുന്നള്ളിപ്പ് ശനിയാഴ്ച നടക്കും. 3 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന കിഴക്കേ നടക്കൽ പൂരത്തിന് ചോറ്റാനിക്കര വിജയന്മാരാരുടെയും കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യരുടെയും നേതൃത്വത്തിൽ 40ഓളം കലാകാരന്മാരുടെ ഗംഭീര പഞ്ചവാദ്യം അകമ്പടിയാകും. നടക്കൽ പൂരത്തിന് മുന്നോടിയായി സരയൂ തീരം മുതൽ കവാടം വരെയുള്ള തേവരുടെ രാജപാത നവീകരണം നടത്തിയതിൻ്റെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് 4:30 നടക്കും. രാജപാത തറയോട് വിരിച്ച് മനോഹരമാക്കി സമർപ്പിച്ചത് പെരിങ്ങോട്ടുകര ദേവസ്ഥാന മഠാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരനാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ രാജപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വെച്ച് ഡോക്ടർ ഉണ്ണി ദാമോദരനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരിക്കും. താളമേളങ്ങളുടെയും തെയ്യം, തിറയാട്ടം എന്നിവയുടെയും അകമ്പടിയോടെ അതിഥികളെ സ്വീകരിക്കും. പത്രസമ്മേളനത്തിൽ തൃപ്രയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സെക്രട്ടറി C. പ്രേംകുമാർ, UP കൃഷ്ണനുണ്ണി, സജിൻ മേനോൻ, C. കൃഷ്ണനുണ്ണി, CK ഭാസ്കരൻ, മുരളി കല്ലാറ്റ്, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കിഴക്കേനടയിലുള്ള നടപ്പാത, രാജപാത എന്ന് പേരിട്ടുള്ള നടപ്പാതയുടെ ഉദ്ഘാടനം അതിന് മുന്നോടിയായിട്ട് തലേ ദിവസം 27-ാം തീയതി നടക്കുന്നുണ്ട് 4:30. അത് എൻ്റെ
സമ്പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ രാജപാത ടൈൽ തിരിച്ച് മനോഹരമാക്കിയിട്ട് അത് പൂർണ്ണമായിട്ടും വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് ദേവസ്ഥാനം മഠാധിപതി ഡോക്ടർ ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണി ദാമോദരൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വഴിപാടായിട്ടാണ് ടൈല് തിരിച്ച് ഇവിടെ നമ്മുടെ മെയിൻ റോഡ് മുതൽ ചെറിയ തീരം വരെ വളരെ മനോഹരമാക്കി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം 27-ാം തീയതി വെള്ളിയാഴ്ച 4:30 നടക്കും. ഉദ്ഘാടന കർമ്മം ചെയ്യുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അവറുകളാണ്. NDA നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ശക്തിയെ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ദേശീയബോധമുള്ള കോൺഗ്രസ്സുകാരുമായ നിരവധി നേതാക്കൾ NDA മുന്നണിയിലേക്ക് വരുന്നതെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും ഇതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നരേന്ദ്രമോദി നയിക്കുന്ന നമ്മുടെ യാത്രാസംഘം മാസേത് ഹിമാചലം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ കേരളം ആ രംഗത്ത് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ പോയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. പക്ഷെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ മഹാസമ്മേളനം വഴി ഒരു സന്ദേശമായി നമ്മൾ ജനങ്ങൾക്ക് നൽകുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇന്നലെ വരെ MLA ആയിരുന്ന 5 കൊല്ലക്കാലം നിങ്ങളുടെ ഈ മണ്ഡലത്തെ പ്രതികരിച്ച ബഹുമാനപ്പെട്ട ശ്രീ മുകുന്ദൻ, അദ്ദേഹം ഇന്ന് ദേശീയ ധാരയിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് തെറ്റുപറ്റിയത് ആ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം CPIക്കാരനായിട്ടാണ് ജയിച്ചത്. അവിടെ നിന്നാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കതിനെ ചരിത്രത്തിൻ്റെ നിയോഗമായി മാത്രമാണ് ഞാൻ കാണുന്നത്. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. BDJS മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു, BJP ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരജ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് കുബെ, സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ഷൈൻ നെടിയിരിപ്പിൽ, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ് മാസ്റ്റർ, സജിനി മുരളി, EP ജാൻസി, മണ്ഡലം കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, അക്ഷയ് കൃഷ്ണ, ഷീനി ശൈലജൻ, TG രതീഷ് എന്നിവർ സംസാരിച്ചു. UDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കാളമുറി നോബിൾ പാലസിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PMA ജബ്ബാർ, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സെയ്തു മുഹമ്മദ്, DCC അംഗം മണി കാവുങ്ങൽ, KB അനിൽകുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ, UDF മണ്ഡലം കൺവീനർ KK സക്കരിയ, അനസ് അബൂബക്കർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മേഖലയിലും സാമ്പത്തിക രംഗത്താണെങ്കിലുമൊക്കെ എല്ലാം അവതാളത്തിലാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സർക്കാർ. അത് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം, സംസ്ഥാനത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 60 വർഷത്തോളം മാറി മാറി ഭരിച്ച മുഖ്യമന്ത്രിമാരും ഭരണകർത്താക്കളും ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. കയ്പമംഗലം, മൂന്നുപീടിക, പെരിഞ്ഞനം, കൊറ്റംകുളം പടിഞ്ഞാറ്, കാളമുറി തുടങ്ങിയ മേഖലകളിലാണ് ഈയിടെ കാട്ടുപന്നികളുടെ സാന്നിധ്യം വർദ്ധിച്ചത്.
ഈ മേഖലയിൽ ഇവ വളരെ പെട്ടെന്ന് പെരുകുന്നതായാണ് സംശയം. ഇന്ന് രാവിലെ ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വഴിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിലിറങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 6ലധികം പന്നികളെയാണ് ഇവിടെ കണ്ടത്. പലയിടത്തും കൃഷിയിടങ്ങളിൽ പന്നിക്കൂട്ടം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപകടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് പടിയം ചൂരക്കോട് ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ മകീരം പുറപ്പാടിൻ്റെ ഭാഗമായി ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, നവകം, ശ്രീഭൂതബലി, പറനിറയ്ക്കൽ, കൊടിക്കൽ പറ എന്നിവ നടത്തി. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധനൻ എരഞ്ഞെഴുത്ത്, സെക്രട്ടറി പാതൂർമഠം രാമചന്ദ്രൻ സ്വാമി, ട്രഷറർ KN ബാബുരാജ്, മേൽശാന്തി വിജയകുമാർ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി കൃഷ്ണ നമ്പൂതിരി പഴങ്ങാപ്പറമ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി വലിയപറമ്പിൽ ശ്രീ മുത്തപ്പൻകാവ് രുദ്രമാല ഭഗവതി ധർമ്മദൈവ മഹാക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, നാഗപൂജ, ഉപദേവന്മാർക്ക് കലശാഭിഷേകം, തുടർന്ന് ഗുരുമുത്തപ്പൻ്റെ രൂപക്കളം, ചെറുമുത്തപ്പന് പത്മക്കളം, അഘോര വീരഭദ്രസ്വാമിയുടെ പത്മക്കളം എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും രൂപക്കളം എഴുന്നള്ളിപ്പ്, കനലാട്ടം, ആടിയിൽ നൃത്തം എന്നിവയും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പറനിറയ്ക്കൽ, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കുന്നത്ത് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലം, മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, തുടർന്ന് പൂമൂടൽ, ഭഗവതിയുടെ രൂപക്കളം എന്നിവ നടത്തി. പുലർച്ചെ വടക്കുംവാതുക്കൽ ഗുരുതി, തുടർന്ന് മംഗളപൂജ, ആരതി, ഭഗവതിയെ പാടി കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖല 42ാം പ്രവർത്തന വർഷത്തെ ID കാർഡ് വിതരണം നടത്തി. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് സജീവ് വസന്തിനി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CS സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജി ലെൻസ്മൻ,
ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ജീസൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി പവിത്രൻ, മേഖലാ സെക്രട്ടറി കെ എ ഷനൂബ്, ട്രഷറർ എ വി ഫ്ലഡൻഡോ, വൈസ് പ്രസിഡന്റ് കെ എസ് സന്തോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം എസ് സജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം സി എം സക്കീർ, സി എസ് രഞ്ജിത്ത്, രമേശ് അനന്യ, കെ എസ് നരേന്ദ്രൻ, രാജേഷ് നാട്ടിക, കെ കെ ശാന്തകുമാർ, ടി ഐ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധികാരികമായിട്ട് സംഘടനയിൽ മെമ്പറാവുന്ന മുഴുവൻ ആളുകൾക്കും ID കാർഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് പറയുമ്പോൾ നിറഞ്ഞ സദസ്സില് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എത്രത്തോളമാണ് സംഘടനയുടെ അറിവെന്നും എത്ര ആഴത്തിലാണ് സംഘടനയെ കുറിച്ച് മനസ്സിലാക്കിയതെന്നും ഒക്കെ ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും. അത്രയും അച്ചടക്കത്തോടു കൂടി അത്രയും ഈ പരിപാടി വിജയിക്കണം എന്ന് മനസാന്നിധ്യം കൊണ്ട്, തന്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും മഹനീയമായിട്ട് ഇന്നത്തെ ഈ സമ്മേളനം നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് വാടാനപ്പള്ളി മേഖല എന്ന് പറയുവാനായിട്ട് ഒരുപാട് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും സംഘടനാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തിയാണ് സംഘടനയിലെ ഓരോ മെമ്പർമാരും. കൃത്യമായിട്ട് മേഖലാ ഭാരവാഹികൾ ആഹ്വാനം ചെയ്ത് ഏകദേശം മാസങ്ങളോളം 2-3 മാസം മുമ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക്, ഒരു കാർഡ് വിതരണ പരിപാടിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ പരിപാടിയുടെ ആദ്യം തന്നെ സംഘടിപ്പിച്ച അച്ചടക്കം. കാഞ്ഞാണി വാലപ്പറമ്പിൽ ശ്രീ ഹനുമാൻ സേവ മഠപതി ക്ഷേത്രത്തിലെ ദീപാരാധന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, കലശപൂജ, നവകലശാഭിഷേകം, തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം ഭജന, അത്താഴപൂജ, കേളി, തായമ്പക, തുടർന്ന് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വി കെ സുരേഷ് ബാബു, സെക്രട്ടറി വി ബി സുജിത്ത്, ട്രഷറർ വി എം സുഗതൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. ചാവക്കാട് തിരുവത്ര EMS നഗറിൽ ഗിളർ പള്ളിക്ക് സമീപം താമസിക്കുന്ന തേച്ചൻ വീട്ടിൽ അഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുൾ മജീദാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി 11ഓടെ ഉണ്ടായ അപകടത്തിൽ കുട്ടികളടക്കം ചാവക്കാട് സ്വദേശികളായ കുടുംബത്തിലെ 6 പേർക്കാണ് പരിക്കേറ്റത്. അബ്ദുൾ മജീദ് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ രാമി വീട്ടിൽ അലി, ഭാര്യ ഷഹർബാൻ, മക്കളായ ഖദീജ, ഫാത്തിമ, ഐഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. അപകടത്തിൽ വാരിയെല്ല് തകർന്ന് വയറിനുള്ളിൽ തുളഞ്ഞുകയറി പരിക്കേറ്റ അബ്ദുൾ മജീദ് ചൊവ്വാഴ്ച വൈകിട്ടാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ അലിയെ പിന്നീട് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും സാരമായാണ് പരിക്കേറ്റത്.
പെരിഞ്ഞനത്തെ ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ചത്. റിസീനയാണ് അബ്ദുൾ മജീദിൻ്റെ ഭാര്യ. മക്കൾ ഹിബ, ലുബാബ്, മരുമകൾ ഷാരൂൺ. ഖബറടക്കം പുതിയറ പള്ളി ഖബർസ്ഥാനിൽ ബുധനാഴ്ച നടക്കും. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിനോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റി നടത്തിയ തണ്ണീർപന്തൽ ഭക്തജനങ്ങൾക്ക് ആശ്വാസമേകി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. നിയുക്ത LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായി. നിഷ ശ്രീജിത്ത്, ജിനോയ്, വിഷ്ണു AKG, അഭിരാം, സൗമ്യ രൂപേഷ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു, ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. കോതകുളം വട്ടപ്പരത്തെ ശ്രീ ഷൺമുഖ ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കാഴ്ചശീവേലി, വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി ഭസ്മക്കാവടി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിലാൽ ശാന്തി, മേൽശാന്തി ഷജിൽ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ ഷൈൻ മുറിയപുരയ്ക്കൽ, അമ്പിളി പട്ടാലി, ഉണ്ണിക്കളത്തിൽ ശ്രീജിൽ, സജീവൻ, പ്രമീള രാമചന്ദ്രൻ, താര മുകുന്ദൻ, നീന അനിൽകുമാർ, ജൂബി വേണു, ജ്യോതി യതീന്ദ്രൻ, നവീൻ എന്നിവർ നേതൃത്വം നൽകി. കോതകുളം വട്ടപ്പരത്തി ഷൺമുഖ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് തെക്കേ ശാഖയുടെ കാവടിയാട്ടം വർണ്ണാഭമായി. രാവിലെ കുന്നത്ത് മധുവിൻ്റെയും പനക്കൽ അജിത്തിൻ്റെയും വസതിയിൽ നിന്നും കാവടി പുറപ്പെട്ടു. ശിങ്കാരിമേളം, തകിൽ, നാദസ്വരം, ബാൻഡ് മേളം, പീലിക്കാവടി, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ കാവടിയാട്ടം ഉച്ചയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ കാവടിയാട്ടം നടന്നു. ശാഖാ പ്രസിഡന്റ് അഭിമന്യു വാലിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് പ്രസാദ് പുളിക്കൽ, സെക്രട്ടറി ജ്യോതിഷ് പനക്കൽ, ജോയിന്റ് സെക്രട്ടറി ലവൻ നെടിയിരിപ്പിൽ, ട്രഷറർ മനോജ് പനക്കൽ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സമവർത്താനോത്സവം 2026 നടത്തി. കഥകളി കലാകാരിയും ശാസ്ത്രീയ സംഗീതജ്ഞയുമായ അന്തിക്കാട് സ്വദേശിയുമായ കുമാരി തെന്നൽ തിലക് ഉദ്ഘാടനം ചെയ്തു. ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജറുമായ രാമചന്ദ്രൻ PS അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു C, ദീനദയാൽ ട്രസ്റ്റ് ചെയർമാൻ IA മോഹനൻ, അക്കാദമിക് ഡയറക്ടർ TR വിജയം, സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ AV, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, പ്രീ പ്രൈമറി അക്കാദമിക് കോർഡിനേറ്റർ രാജലക്ഷ്മി P എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പൂർത്തിയാക്കി എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവരുടെ ഈ വിജയത്തിന് പിന്നിൽ അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരുടെയും പരിശ്രമവും സ്നേഹവും എല്ലാവരും ഉണ്ട്.
കുട്ടികളെയും അവരുടെ കഴിവുകൾ മനസ്സിലാക്കി രക്ഷിതാക്കളായാലും ആ കഴിവിൽ പഠനം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട്. ചില കുട്ടികൾക്ക് പാട്ട് പാടും, ചില കുട്ടികൾ ഡാൻസ് കളിക്കും, ചില കുട്ടികൾ ചിത്രം വരയ്ക്കും. ഒരുപാട് വേറെ കഴിവുകളുണ്ട്. എല്ലാ പേരൻസും അതൊക്കെ മനസ്സിലാക്കി അവരെ നല്ല കഴിവിലും എത്തിക്കുക. ഇതിപ്പോൾ UKG പഠനം വിജയകരമാക്കിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരിക്കലും കൂടി പറയണ എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും നന്നായി നന്നായി പഠിക്കുക. മാതാപിതാക്കളെയും അധ്യാപകരെ എല്ലാവരെയും ബഹുമാനിക്കുക. കുട്ടികളോടാണെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയൊരു ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക.
ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കൽ പൂരം ആറാട്ട് ദിവസം നടത്താറുള്ള ആറാട്ടുകഞ്ഞി വിതരണം നാട്ടിക പഞ്ചായത്ത് മെമ്പർ അംബിക ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ ആദ്യ ആറാട്ടുകഞ്ഞി വിതരണം നിർവഹിച്ചു. സമിതി സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, വൈസ് പ്രസിഡന്റ് സുധീർ ആലക്കൽ, രക്ഷാധികാരി ജഗദീഷ് കോയമ്പത്തൂർ, ജോത്സ്യൻ വിജയകുമാർ മേനോൻ, സമിതി അംഗങ്ങളായ വിനോദ്, രാജേന്ദ്രൻ തൈവളപ്പിൽ, ഗോപാൽജി തണ്ടാശ്ശേരി, ഷിമ ആലക്കൽ, പടിപ്പുരയ്ക്കൽ ഉണ്ണി മേനോൻ, വസന്തൻ കുണ്ടായിൽ, സക്കീർ ഹുസൈൻ, നൌഫൽ കുട്ടമംഗലം, ജ്യോതിഷ് തൃപ്രയാർ, അജിത മനോഹരൻ, രഹന ബിനീഷ്, ഹരിത സുധീർ, അംബുജം, ബിനു ദിവാസ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലാൽ, സെക്രട്ടറി സുനിൽ വെന്നിക്കൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ ഭക്തർക്കും ശ്രീരാമസേവാ ഭക്ത സമിതിയുടെ കന്യാപ്രസാദ കന്യ വിതരണം ഇവിടെ നടക്കുകയാണ്. എല്ലാവർക്കും ഇതിലുള്ള എല്ലാ സംഘടനകൾക്കും. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിൻ്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി അന്തിക്കാട് പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ശാലിനി സന്ദീപ് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിൻ്റെയും ഉദ്ഘാടനവും നിർവഹിച്ചു. ഇത് നറുക്കെടുപ്പിൻ്റെ ഇത് തുടങ്ങിയിട്ട് 20 കൊല്ലമായില്ലേ, 20 കൊല്ലമായി. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ സമ്മാന അർഹരായ എല്ലാവർക്കും ആശംസ. ഇനിയും എടുക്കാൻ പോകുന്ന ഭാഗ്യശാലികൾക്കും ആശംസ. AV ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. ജേക്കബ് പുൽക്കോട്ടിൽ, അച്യുതൻ കാട്ടാനി, അർജുനൻ പാലോളി, ബമ്പർ സമ്മാനം ആന്റണി ചിരിയങ്കണ്ടത്ത് എന്നിവരാണ് മാർച്ച് മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് അന്തിക്കാട് പഞ്ചായത്തിലും നിറച്ചുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുട്ടികൾക്ക് നല്ല നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ നല്ല രീതിയിൽ പാസ്സാകുമ്പോൾ നമ്മൾ വിളിക്കും, അവരെ വിളിച്ചിട്ട് അവരോട് പറയും നിങ്ങൾ വരണം, നമ്മുടെ നറുക്കെടുക്കേണ്ടത് നിങ്ങളാണെന്ന് പറയും. അങ്ങനെ അവരാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ അതായത് കലാകാരന്മാർ, ഉന്നത വിജയം നേടിയ കുട്ടികൾ അവരാണ് വരാറ്. തളിക്കുളങ്ങര ശ്രീ പരദേവത നാഗത്താൻകാവിൽ സായാഹ്ന സ്വാന്തനം വയോജന വിശ്രമ കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ശ്രീ വേദവ്യാസ ഗുരുകുലം മുൻ പ്രസിഡന്റ് TG ധർമ്മരത്നം നിർവഹിച്ചു. തളിക്കുളങ്ങര പരദേവത നാഗത്താൻകാവ് അധികാരി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വെന്നിക്കൽ രാജു, ബിജു തളിക്കുളങ്ങര, TM സുരേഷ് കുമാർ വൈദ്യൻ, പ്രിൻസ് മദനൻ, റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി ശ്യാം, അബ്ദുള്ള കച്ചേരിപ്പടി, ഹിന്ദു ഏകതാ സമ്മേളൻ പ്രമുഖ് കൃഷ്ണകുമാർ വട്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ ദുഃഖകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രവർത്തിച്ച ഒരു ഭാഗത്തു നിന്നും പിന്നീട് സഹകരണം ഉണ്ടായില്ല എന്നുള്ള ദുഃഖസത്യമുണ്ട്. അതിനുശേഷമാണ് ചതുർവേദ മഹായജ്ഞം, യാഗം കേട്ടിട്ടില്ലേ? യാഗത്തിൻ്റെ ഒരു മിനിരൂപമാണ് ഇവിടെ ഞങ്ങൾ തളിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിരുന്നു അതിൻ്റെ പർമ്മശാല. അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്തത് സോമൻ തന്നെയായിരുന്നു. ഞാൻ ആ യജ്ഞത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണ്. അതും നല്ല നിലയിൽ നടത്തുവാനും അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ
നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KG സുവർണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ CJ പോൾസൺ, CC ബാബുരാജ്, സുധാകരൻ മണപ്പാട്ട്, ഷീല വിശ്വംഭരൻ, സുനിൽ P മേനോൻ, CP അനിൽ, KM നിഷാദ്, റുബീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളെയെല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പുതിയ പേരിൽ പ്രാവർത്തികമാക്കുന്ന രീതി എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും പൊതുമരാമത്ത് പ്രവൃത്തികളിലാണെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയിലാണെങ്കിലും ഒക്കെ എല്ലാ മേഖലയിലും അഴിമതിയാണ്. നമ്മുടെ ഓരോ എവിടെന്താ നമുക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയണ്ടേന്ന് മനസ്സിലായി. എല്ലാ മേഖലയിലും എടുത്തു പറഞ്ഞ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ അവർ കൊട്ടിഘോഷിക്കുന്ന കുറെ ഉദ്ഘാടന മഹാമഹങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ കെട്ടിടങ്ങളൊക്കെ ഒരുപക്ഷെ പണിതിട്ടുണ്ടാവും. അത് കേന്ദ്ര സഹായത്തോടെയും മറ്റു കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളും അതുപോലെ ശുചിത്വ മിഷന്റെ ഒക്കെ ഫണ്ടുകളായിട്ട് കിഫ്ബിയിൽ നിന്ന് ലോണും ഒക്കെയായി ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ടാവും. JCI നാഷണൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് അദ്വാനിയുടെ ഔദ്യോഗിക സന്ദർശനം തൃപ്രയാറിൽ നടന്നു. JCI തൃപ്രയാർ പ്രസിഡന്റ് CA സിതേഷ് ശശിധരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് ജെയ്സൺ അർക്കൽ, സോൺ വൈസ് പ്രസിഡന്റ് പോൾ ജോർജ്, സോൺ ഡയറക്ടർ അബിൻ ബോസ് എന്നിവർ പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് കൃഷ്ണ TS, മെമ്പർമാരായ നിർമ്മല പരമേശ്വരൻ, മനോജ് കുന്നത്ത്, രാജി സൂരജ്, ശ്രീജിത്ത് ചന്ദ്രൻ, ഹരി PK, സവിത് വേളയിൽ, ഗ്ലാഡിസ് ആന്റണി, അഞ്ജു EVM, ജൂനിയർ JC ചെയർമാൻ അർജുൻ വേളയിൽ എന്നിവർ പങ്കെടുത്തു. ബിസിനസ് സൈൻ ബോർഡ് പദ്ധതിയുടെ ഭാഗമായി സൈൻ ബോർഡ് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സന്തോഷ് കാളക്കൊടുവത്തിനെയും ജയൻ ബോസിനെയും ചടങ്ങിൽ ആദരിച്ചു. സന്തോഷ് കാളക്കൊടുവത്ത് കിടപ്പിലായ രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യ സേവനങ്ങൾ നൽകുകയും ആവശ്യക്കാരെ ചികിത്സയ്ക്കായി എത്തിക്കുകയും ഉപേക്ഷിക്കപ്പെട്ടവർക്കായി അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. ജയൻ ബോസ് വീടില്ലാത്തവർക്ക് അഭയമൊരുക്കുന്നതും രോഗികൾക്ക് പരിചരണം നൽകുന്നതും മൊബൈൽ ലൈബ്രറി നടത്തുന്നതും പോലീസിനും കലാകാരന്മാർക്കും സഹായം നൽകുന്നതുൾപ്പെടെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സംഭവ ബഹുലമായ ജീവിതകഥയും ദേശീയ പതാകയുടെ ചരിത്രവും CBSE 7ാം ക്ലാസ് മലയാള പാഠാവലിയിൽ. പിംഗലി വെങ്കയ്യയെക്കുറിച്ച് പ്രവാസി എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം തയ്യാറാക്കിയ ലേഖനമാണ് മലയാള പാഠാവലിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ചന്ദ്രാപിന്നി സ്വദേശിയായ സതീഷ് കുമാർ വിശാഖപട്ടണം പാട്ടോർമകൾ അറ്റ് 365 എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മലയാള ഗാന സാഹിത്യരംഗത്തെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. തൻ്റെ പ്രവാസ ജീവിതത്തിനിടയിലായിരുന്നു ദേശീയ പതാകയുടെ ശില്പിയെയും അതിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ചും അറിയുന്നതും എഴുതുന്നതും. ദേശീയ പതാകയ്ക്ക് വേണ്ടി പിംഗലി വെങ്കയ്യ നേരിട്ട വെല്ലുവിളികളും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കി അവയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി CBSE മലയാള പാഠാവലിക്ക് വേണ്ടി ഈ ലേഖനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഇടമുട്ടം സെൻറ്റർ മുതൽ കഴിമ്പ്രം ഹൈസ്കൂൾ വരെയുള്ള റോഡിൻ്റെ ടാറിംഗ് വ്യാഴാഴ്ച ആരംഭിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വാഹനഗതാഗതം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. മണലൂർ ബാങ്ക് സ്റ്റോപ്പ് പരിസരം താമസിക്കുന്ന നായരശ്ശേരി ഗണേശൻ ഭാര്യ രതി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. മക്കൾ അഖിൽ, അനിഷ, മരുമക്കൾ നിനി, ജിനേഷ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ തേവർ 3 ആനകളുടെ അകമ്പടിയോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി.
NDA നാട്ടിയ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂരിൽ കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.